അയാൾ എന്തു പറയണോ അത് ചെയ്യുന്ന രീതിയിൽ ഹിപ്നോട്ടിക്കലി അവർ നമ്മളെ അവരുടെ വലയത്തിലേക്ക് വീണ്ടും കൊണ്ട് ചാടിച്ചു. വെൽക്കം ബാക്ക്. മാനിപ്പുലേഷൻ സീരീസിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കയറാം. അടുത്തതായിട്ട് ലവ് ബോംബിംഗ് എന്ന് വെച്ചാൽ, ഇപ്പോൾ മാനിപ്പുലേറ്റഡ് ആയി എന്ന് വിചാരിച്ചോ, സ്റ്റോറി ലൈൻസ് എല്ലാം മെനഞ്ഞ് അവർ നമുക്ക് വേണ്ടി കഥയുണ്ടാക്കി അവരുടെ വലയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ വഴങ്ങി എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്തായിരിക്കും അടുത്ത ഒരു എപ്പിസോഡ് അവർ കൊണ്ടുവരിക. അപ്പോൾ അവർ നമുക്ക് വേണ്ടി കുറേ ഗിഫ്റ്റുകളെല്ലാം ചിലപ്പോൾ കൊതിഞ്ഞു കൊണ്ടുവരാം. പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ബർത്ത്ഡേകൾ കൃത്യമായി സെലക്ട് ചെയ്തിട്ടുണ്ടാകാം. ആ ബർത്ത്ഡേ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോലും ചിന്തിക്കാതെ നമുക്ക് ഗിഫ്റ്റുകൾ തരികയും വളരെ വാല്യുബിളായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും. ഗിഫ്റ്റുകൾ സ്വഭാവമായിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഇമോഷണലി നമ്മളൊരു കോൺട്രാക്റ്റ് ആ വ്യക്തിയുമായിട്ട് വയ്ക്കുകയാണ്. അയാൾ എന്തു പറയണോ അത് ചെയ്യുന്ന രീതിയിൽ ഹിപ്നോട്ടിക്കലി അവർ നമ്മളെ അവരുടെ വലയത്തിലേക്ക് വീണ്ടും കൊണ്ട് ചാടിച്ചു. മിക്ക കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിച്ചു കൊണ്ട് വന്നിരിക്കുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ്. ഇതിനൊപ്പം തന്നെ മാനിപ്പുലേറ്റീവ് സ്റ്റോറീസും ഉണ്ടാകും. ഈ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് അവരുടെ ആ ഒരു സ്റ്റൈലിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ലവ് ബോംബിംഗ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ അത്തരം വ്യക്തികളുടെ അടുത്തേക്ക് പോവുകയോ അങ്ങനെയുള്ള അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയോ ചെയ്യത്തില്ല.